ഫുട്ബോൾ ലോകകപ്പ് ആരംഭിക്കാൻ ഇനി 3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇത്തവണയും ലോകകപ്പിലേക്ക് യോഗ്യത നേടാതെ ശ്രദ്ധേയമാവുകയാണ് ഇറ്റാലിയൻ ടീം. 2006-ൽ ഫിഫ ലോകകപ്പ് നേടിയ രാജ്യമാണ് ഇറ്റലി. എന്നാൽ പിന്നീട് അങ്ങോട്ട് അവരെ കാത്തിരുന്നത് വെറും പരാജയങ്ങളല്ല, നാണം കെട്ട പരാജയങ്ങളായിരുന്നു. കപ്പ് ഉയർത്തിയ ശേഷം അടുത്ത തവണ 2010-ൽ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ലോകകപ്പിൽ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ ഇറ്റലി ഒരു മത്സരവും പോലും ജയിക്കാതെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായാണ് അവർ പുറത്തായത്. അടുത്ത തവണ ബ്രസീലിൽ നടന്ന ലോകകപ്പിലും ആദ്യ റൗണ്ടിൽ ഇറ്റലി പുറത്തായി. റഷ്യ ആതിഥേയരായ 2018-ലെ ലോകകപ്പിലും പിന്നീട് ഖത്തർ ആതിഥേയത്വം വഹിച്ച 2022-ലെ ലോകകപ്പിലും യോഗ്യത നേടാൻ പോലും ഇറ്റലിക്കാർക്ക് കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ഇത്തവണത്തെ ലോകകപ്പിനും ഇറ്റലി അവസാന ക്വാളിഫയിംഗ് മത്സരത്തിൽ ബോസ്നിയ ആൻഡ് ഹെർസെഗോവിനയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-1 തോറ്റതോടെ യോഗ്യത നേടാതെ പുറത്തായി. വളരെ വിരസമായ ഒരു കേളി ശൈലിയാണ് ഇറ്റാലിയൻ ടീം വർഷങ്ങളായി പിന്തുടരുന്നത്. ഇറ്റാലിയുടെ ഈ ഫുട്ബോൾ ശൈലിയെ വിശേഷിപ്പിക്കാൻ ലോകം ഉപയോഗിച്ചിരുന്ന വാക്കാണ് കാറ്റനാച്ചോ എന്നത്. വാതിൽ പൂട്ട് എന്നാണ് അതിന്റെ അർത്ഥം. സ്വന്തം ഗോൾ പോസ്റ്റിന്റെ മുന്നിൽ വമ്പൻ പ്രതിരോധം തീർത്ത ശേഷം പ്രത്യാക്രമണം നടത്തുന്ന രീതിയാണ് കാറ്റനാച്ചോ. ഏതാണ്ട് 2006 വരെ ഈ മുരടൻ കളിയുമായി ഇറ്റലി പിടിച്ചു നിന്നു. എന്നാൽ പിന്നീട് ലോക ഫുട്ബോളിൽ അവർ ഒന്നുമല്ലാതായി മാറുകയായിരുന്നു. അതിനിടെ ഒരിക്കൽ യൂറോ കപ്പ് ജേതാക്കളായി എന്നതാണ് ഏക നേട്ടം. ലോകമാകെ ഫുട്ബോളിന് വേഗം കൂടിയപ്പോഴും ഇറ്റലി കാറ്റനാച്ചോയിൽ തന്നെ കറങ്ങി നടന്നു. ടോട്ടൽ ഫുട്ബോളും ടിക്കിടാക്കയും കടന്ന് ഹൈ പ്രസ് ഗെയിമിലേക്ക് ടീമുകൾ മാറിയപ്പോഴും ഇറ്റലി പഴയ കളി തുടർന്നു. ഗോളടിക്കാൻ കെൽപ്പുള്ള ഒരു ലോകോത്തര സ്ട്രൈക്കർ ഇല്ലെന്നതാണ് അവരുടെ അവസ്ഥ. ക്രിസ്ത്യൻ വിയേരി, ലൂക്ക ടോണി, ഇൻസാഗി, റോബർട്ടോ ബാജിയോ തുടങ്ങിയ ലോകോത്തര താരങ്ങൾക്ക് ശേഷം ഗോളടിക്കാൻ കെൽപ്പുള്ള ഒരു സ്ട്രൈക്കറെ കണ്ടെത്താൻ ഇറ്റലിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഫുട്ബോൾ ആരാധകർ പറയുന്നത് ഇറ്റലിയുടെ മേൽ പതിച്ചൊരു ശാപത്തിന്റെ ഫലമാണ് ഇതെല്ലാം എന്നാണ്. 2006-ലാണ് അത് നടക്കുന്നത്. അന്നത്തെ ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസും ഇറ്റലിയും തമ്മിൽ 1-1 എന്ന നിലയിൽ കളി അധിക സമയത്തേക്ക് നീണ്ടപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. ഇറ്റാലിയൻ താരം മാർക്കോ മറ്ററാസിയുടെ വാക്കുകളിൽ പ്രകോപിതനായ ഫ്രഞ്ച് ക്യാപ്റ്റൻ സിനദിൻ സിദാൻ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തലകൊണ്ട് ശക്തമായി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തന്റെ കരിയറിലെ അവസാന മത്സരം കളിക്കുകയായിരുന്ന സിദാന് റഫറി നേരിട്ട് ചുവപ്പ് കാർഡ് നൽകി. ഒടുവിൽ സിദാനില്ലാതെ കളിക്കേണ്ടി വന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫ്രാൻസ് തോറ്റു. 5-3 ഇറ്റലി കിരീടം നേടി. എന്നാൽ എന്താണ് അതിന് പിന്നിലെ സംഭവമെന്ന് സിദാൻ പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. തന്റെ ഏറ്റവും മികച്ച ഫോമിലാണ് ആ ലോകകപ്പിൽ സിദാൻ കളിച്ചിരുന്നത്. എന്നാൽ ഫൈനലിൽ സിദാന്റെ മുന്നേറ്റങ്ങൾ തടയാനെത്തിയ ഇറ്റാലിയൻ ഡിഫൻഡർ മറ്റരാസി സിദാനെ നിരന്തരം ഫൗൾ ചെയ്തുകൊണ്ടിരുന്നു. സിദാന്റെ വീട്ടുകാരെ അടക്കം മോശം വാക്കുകൾ പറഞ്ഞിരുന്നു. അതൊന്നും പോരാതെ സിദാന്റെ ജേഴ്സിയിൽ പലതവണ പിടിച്ചു വലിക്കുകയും ചെയ്തു. ഒടുവിൽ സൈ കേട്ടപ്പോൾ സിദാൻ അയാളോട് ചോദിച്ചത്, നിനക്ക് എന്റെ ജേഴ്സി വേണമെങ്കിൽ ഞാൻ ഊരിത്തരാം, പക്ഷേ ഈ മത്സരം ഒന്ന് കഴിയട്ടെ എന്നാണ്. അതിന് മറുപടിയായി മറ്റരാസി പറഞ്ഞത്, എനിക്ക് നിന്റെ ജേഴ്സി വേണ്ട, നിന്റെ സഹോദരിയെ മതിയെന്നാണ്. അത് കേട്ട സിദാൻ സെക്കൻഡുകൾക്കകം പ്രതികരിച്ചു. ലോകകപ്പ് നേടുന്നതിന് അടുത്താണെന്നോ തന്റെ അവസാനത്തെ അന്താരാഷ്ട്ര മത്സരമാണ് കളിക്കുന്നതെന്നോ അയാൾ ചിന്തിച്ചില്ല. അല്ലെങ്കിൽ അതിന് അയാൾക്ക് കഴിഞ്ഞില്ല. തന്റെ സഹോദരിയെ അപമാനിച്ച മറ്റരാസിയെ തലകൊണ്ടിടിച്ച് അയാൾ താഴെ വീഴ്ത്തി. മറ്റരാസി താഴെ വീഴുമ്പോൾ ഫ്രാൻസിന്റെ കിരീടവും അതോടൊപ്പം താഴെ വീണ് തകരുകയായിരുന്നു. ആ സമയത്ത് സിദാന്റെ മനസ്സിൽ ശരിയെന്ന് തോന്നിയതാണ് അയാൾ ചെയ്തത്. ഇപ്പോഴും അന്ന് ചെയ്തതിൽ തനിക്ക് യാതൊരു ഖേദവുമില്ലെന്ന് സിദാൻ പറയുന്നുമുണ്ട്. 2006 ഫുട്ബോൾ ലോകകപ്പ് അവശേഷിപ്പിച്ച ഒരു കണ്ണീർ ചിത്രമാണ് സിനദിൻ സിദാൻ. വീണ്ടും ഫ്രാൻസ് കിരീടത്തിലേക്ക് എത്തിയെന്ന് കരുതിയൊരു നിമിഷത്തിലാണ് മറ്റരാസിയെ നെഞ്ചിനിടിച്ച് സിദാൻ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തേക്ക് പോകുന്നത്. റഫറി ചുവപ്പ് കാർഡ് ഉയർത്തിയതിന് പിന്നാലെ അക്ഷോഭ്യനായി സിദാൻ സ്റ്റേഡിയം വിടുന്ന രംഗം ഫുട്ബോൾ ഉള്ള കാലത്തോളം മറക്കില്ല. ആത്മാഭിമാനത്തിന് മുറിവേറ്റ ഒരു മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാവില്ല. അത് തന്നെയാണ് അന്ന് സിദാൻ ചെയ്തത്. അതിന്റെ പേരിൽ ഇന്നും അയാളെ ഒരു ഫുട്ബോൾ പ്രേമിയും വെറുത്തിട്ടില്ല. അയാൾക്ക് ആരാധകർ കൂടിയിട്ടേ ഉള്ളൂ. ഈ ലോകകപ്പിന് ശേഷം ഫ്രാൻസ് ദേശീയ ടീമിന്റെ മാനേജറായി സിദാൻ എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ.